വിവിധ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിൽ ചേർന്നവർക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും ശക്തി പകരുമെന്ന് KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിവിധ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ഒഴുക്ക് തുടരുകയാണ്. മുമ്പ് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയിരുന്ന AV മുസ്തഫ, DYFI പ്രവർത്തകൻ കാരയിൽ സജീവ്, പൂന്താനം മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനുമായ പുളിക്കൽ പറമ്പിൽ സുകുമാരൻ എന്നിവരാണ് പുതുതായി കോൺഗ്രസിൽ ചേർന്നത്. ഇവരെ KPCC ജനറൽ സെക്രട്ടറി മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു. CPM-ന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിലും BJP ഭാണ്ഡവത്തിലും മനം മടുത്താണ് ആളുകൾ കോൺഗ്രസിൽ ചേർന്നതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF-നും ശക്തി പകരുമെന്നും വി ബാബുരാജ് പറഞ്ഞു. പെരിന്തൽമണ്ണ താലൂക്കിൽ CPM-ൽ നിന്നും അതുപോലെ തന്നെ മറ്റ് CPI അടക്കമുള്ള മറ്റ് സമര സംഘടനകളിൽ നിന്നും കോൺഗ്രസിലേക്ക് ആളുകൾ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തന്നെ 4ാമത്തെ തവണയാണ് ഞങ്ങൾ ഈ ഓഫീസിൽ വെച്ച് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്ന CPM-ൻ്റെയും അതുപോലെ CPI-യുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്ന ചടങ്ങ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വിജയത്തിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഒക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ജനങ്ങൾ ഇന്ന് CPM-നോട് വിട പറഞ്ഞുന്ന ഒരു കാഴ്ച അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലും CPM ഇന്ന് തൊഴിലാളി പാർട്ടിയായി ഒരു തൊഴിലാളി വിരുദ്ധ സംഘടനയായി മാറിയ ഒരു കാഴ്ച കാണുമ്പോൾ അതിൽ നിന്നും ആളുകൾ മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറുന്നു. ഒരു മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. നേരത്തെ നമ്മുടെ KPCC മെമ്പർ ബെന്നി സൂചിപ്പിച്ചതുപോലെ ഇന്ന് BJP-യും CPM-ഉം തമ്മിലുള്ള ആ ഒരു ബാന്ധവം അത് കൃത്യമായി ആളുകൾ മനസ്സിലാക്കി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഇന്ത്യ രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രതീക്ഷയാണ് ഇന്ന് ജനങ്ങൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് പാർട്ടിയിലേക്ക് വരുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ബെന്നി തോമസ്, DCC സെക്രട്ടറി MM സക്കീർ ഹുസൈൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ വസൽ മുഹമ്മദ്, DCC അംഗം ഷാജി കട്ടുപാറ, മുനീർ, റാഫി, ബാലൻ, കിഷോർ മുട്ടത്ത്, ദിനേശ് കണക്കഞ്ചേരി, C മുസ്തഫ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ, K മൊയ്തു എന്നിവർ പങ്കെടുത്തു. ഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. CPM-ഉം BJP-യും തമ്മിലുള്ള ഡീല് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഈവൻ എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണയിൽ പോലും പെരിന്തൽമണ്ണയിലെ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ? നിങ്ങൾക്ക് അറിയില്ല. അത്രമാത്രം അപ്രസക്തമായ ഒരാളെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുന്നത്. അപ്പം UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2000-ൽ പരം വോട്ടുകൾക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ 2000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ CPM-ഉം BJP-യും തമ്മിലുള്ള പരസ്യ ധാരണ വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഏതാണ്ട് 19 നിയോജക മണ്ഡലങ്ങളിൽ LDF-ഉം BJP-യും തമ്മിലുള്ള ധാരണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പല നിയോജക മണ്ഡലങ്ങളിലും BJP-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ ആർക്കും അറിയില്ല. കാരണം എവിടെ പോലും ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ BJP-യുടെ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ കൂട്ടുകെട്ട് പുറത്ത് പറയുകയും അതിനെതിരായി പ്രതികരിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.